എപ്പോഴും പ്രാർത്ഥിക്കുമ്പം നീ സമാധാനമായിട്ടിരിക്കുക, നിൻ്റെ മകൻ വരും, നിൻ്റെ മോൻ വരും. അന്റോണിയോ, ഞാൻ കോട്ടയം ദേശത്തു നിന്ന് വരുന്നു. എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കമ്പനിയിൽ സെയിൽസ് അക്കൗണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ചെയ്ത ക്രമക്കേടിൻ്റെ രീതിയിൽ അവരുടെ കൂടെ ആ പേപ്പറിലും ബാക്കിയുള്ളതും അതിന് ഉത്തരവാദിയായിട്ടുള്ള രീതി അവരുടെ കൂടെ എന്നെ ജയിൽവാസത്തിലേക്ക് അവരെ അയക്കുകയും കേസ് കൊടുക്കുകയും എന്നെ കുറ്റമുക്തനാക്കി കേസിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ രീതിയിൽ ഞാൻ കൂടുതൽ വിഷമിക്കുകയും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബാംഗങ്ങളും എനിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഒന്നിനും ഒരു തീരുമാനവും ഇല്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. 1 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ ഇതിൽ 1 വർഷം കഴിഞ്ഞിട്ടും ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല. 6 മാസവും കൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥ വന്നു. ഇതിനനുസരിച്ച് എൻ്റെ അമ്മ 2024 ഫെബ്രുവരി വന്ന് ഉടമ്പടി പുതുക്കുകയും അതുപോലെ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കൂടെ തന്നെ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സൗദിയിൽ ഓൺലൈൻ വഴി ഉടമ്പടി പുതുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ രീതിയിൽ ജയിൽവാസത്തിലായത് കാരണം നമുക്ക് അമ്മയുടെ കാശ് രൂപമോ ഒന്നും വെച്ച് പ്രാർത്ഥിക്കാനോ ഒരു കാര്യത്തിനോ നടക്കുകയില്ല. നേരത്തെ എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ കിട്ടിയ കാശ് രൂപം ഉണ്ടായിരുന്നു. ആ കാശ് രൂപം അവരുടെ ഒരു മുസ്ലിം രാജ്യമാണല്ലോ, ആ രീതിയിൽ അവരത് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അതിൽ നമുക്ക് ഒത്തിരി വിഷമമുണ്ട്. ആ രീതിയിൽ എൻ്റെ കുടുംബങ്ങളും മാതാപിതാക്കളും ഭാര്യയും കുടുംബാംഗങ്ങളും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ബാക്കിയുള്ളതും ചെയ്തതിൻ്റെ രീതിയിൽ അവർ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു സൗദി അറേബ്യയുടെ പൈസ 2 ലക്ഷം റിയാൽ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 3 പേരായിരുന്നു. 3 പേര് ഈ പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി 1 വർഷത്തെ ശിക്ഷാവധി അനുഭവിക്കുകയും ഈ പൈസ എങ്ങനെ അടയ്ക്കണമെന്ന് ഒരു തീരുമാനവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ മാതാവ് ഒരു ഉത്തരമായിട്ട് ഞങ്ങൾ ഒരു അഡ്വക്കേറ്റിനെ വെക്കുകയും അമ്മ മാതാവിൻ്റെ അത്ഭുത പ്രവർത്തനത്തിലൂടെ അഡ്വക്കേറ്റ് പ്രവർത്തിച്ച് മക്കമയിലൂടെ സംസാരിച്ച് 3 പേർക്കും 3 തുകയായി വീതിച്ചു കൊടുക്കുകയും ഒരാൾക്ക് 50 ലക്ഷം രൂപ, നമ്മുടെ നാട്ടിലെ 50 ലക്ഷം രൂപ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ രീതിയിൽ 20 ലക്ഷം രൂപ ആക്കി തരികയും അത് നമുക്ക് അമ്മ മാതാവ് മറ്റുള്ളവരുടെ സഹായങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നമ്മുടെ തന്നെ സ്വന്തമായി കഷ്ടപ്പെട്ട രീതിയിൽ ആ പൈസ അടച്ച് നമുക്ക് പുറത്തേക്ക് പോകാനുള്ള രീതിയിൽ അമ്മ മാതാവ് ഒത്തിരിയായി സഹായിച്ചു. ആ രീതിയിൽ എൻ്റെ രീതിയിലുള്ള രീതിയിൽ ഞാൻ പൈസ അടയ്ക്കുകയും അമ്മ മാതാവ് ഒത്തിരി സഹായങ്ങൾ ചെയ്ത് എനിക്കിപ്പോൾ എൻ്റെ പൊന്നുമോളെ ഞാൻ 1.5 വയസ്സ് വരെയുള്ളൂ കണ്ടിട്ടുള്ളൂ. അവളെ ഇപ്പോഴാണ് കാണുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളിലും എല്ലാത്തിൽ നിന്നും അമ്മ മാതാവ് രക്ഷിച്ച് ഇവിടം വരെ എത്തിച്ചു തന്നതിന് അമ്മ മാതാവിനോട് നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. 1000 നന്ദി പറയുന്നു. എൻ്റെ മോൻ ജയിലിൽ കിടക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമമായി. ഞാൻ അച്ഛനെ അടുത്ത് വന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് കാശ് രൂപം എൻ്റെ കയ്യിൽ തന്നു. അതും ഞാൻ കയ്യിൽ പിടിച്ച് എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എനിക്കൊരു മകനും ഒരു മകളും ഉള്ളു. മകളെ കെട്ടിച്ചും വിട്ടു. ഈ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ എപ്പോഴും കൊന്ത ചെല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാവർക്കും സഹായം ചോദിച്ചു വരുന്നവർക്ക് സഹായം കൊടുക്കുകയും അനാഥാലയങ്ങളിൽ കൊടുക്കുകയും ആശുപത്രികൾ രോഗികളെ പോയി കാണുകയും ആശുപത്രിയിൽ ഒക്കെ പോയി രോഗികളെ സമാധാനിപ്പിക്കുകയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് 2 കൂട്ടർക്കും പ്രാർത്ഥിക്കാം പറയുകയും ചെയ്തു. ഒരു ദിവസം ഞാനിങ്ങനെ കിടന്നപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്തോട്ട് പറയുന്നു, ഒരു കുരിശ് രൂപം നീ തുടച്ചതു നന്നായി, നീ അതിൽ നോക്കി എന്നും പ്രാർത്ഥിക്കണം, നിന്നെ രക്ഷപ്പെടുത്തും, നിൻ്റെ മകനിൻ്റെ അടുത്ത് വരും. ഞാനൊരു ദിവസം സ്വപ്നം കണ്ട് എൻ്റെ മാതാവ് എൻ്റെ മോൻ എൻ്റെ അടുത്ത് ബാഗും തൂക്കി എൻ്റെ അടുത്ത് വരുന്നതായിട്ട്. അതിൻ്റെ ശേഷം 8 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർക്കപ്പുറത്ത് എൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ മാതാവിൻ്റെ പല രീതിയിലും മഴവില്ലിൻ്റെ രീതിയിലും പ്രകാശങ്ങൾ വെട്ടിമാറുന്ന രീതിയിലും എല്ലാം കാണിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുമ്പം നീ സമാധാനമായിട്ടിരിക്കുക, നിൻ്റെ മകൻ വരും, നിൻ്റെ മോൻ വരും. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 5-7 തിരുവചനങ്ങൾ. പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു.
ആൻ്റോണിയോ സൈമൺ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിതത്തിൽ അവിചാരിതമായുണ്ടായ വലിയ ദുരന്തത്തെയാണ് അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. വളരെ നല്ല നിലയിൽ വിദേശത്ത് സഹോദരനും ജീവിത പങ്കാളിയും ജോലിയെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഒരു ചെറിയ നോട്ടക്കുറവ് കൊണ്ട് ഒപ്പിട്ട് കൊടുത്ത പേപ്പറുകളിലൂടെ കൂടെ ഉണ്ടായിരുന്നവർ സ്ഥാപനത്തിലെ വസ്തുക്കൾ മറിച്ചു വിൽക്കുകയും അത് കുറ്റകൃത്യമായി മാറുകയും ചെയ്യുന്നത്. തെറ്റ് ചെയ്തവരോടൊപ്പം ഒപ്പിട്ടതുകൊണ്ട് ആൻ്റോണിയോയും ജയിലിൽ അകപ്പെടുന്നു. ജയിലിൽ അവിടെ അകപ്പെടുകയും യാതൊരു തരത്തിലും തൻ്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുവാനാവാതെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നാളുകളിലാണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നത്. അമ്മയുടെ പ്രാർത്ഥന മകന് വേഗം നീതി നടപ്പാക്കി കിട്ടുവാനും പ്രശ്നങ്ങളിൽ നിന്ന് പരിഹരിക്കപ്പെട്ട് നാട്ടിലേക്ക് വേഗം എത്തിച്ചേരുവാനുള്ള വഴി തുറക്കുന്നതിന് വേണ്ടിയായിരുന്നു. പരിശുദ്ധമ്മയുടെ സംരക്ഷണം മകന് നിരന്തരം ലഭിച്ചുകൊണ്ടിരുന്നത് മകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിത പങ്കാളി സൗദി അറേബ്യയിൽ തന്നെ നേഴ്സായി ജോലി ചെയ്യുന്നു. ഒരു ചെറിയ കടലാസിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി ജയിലിൽ കൊണ്ടുവന്ന് മകന് കൊടുക്കുന്നു. അത് കൃത്യസമയത്ത് രാവിലെയും സന്ധ്യയ്ക്കും ആ പ്രാർത്ഥന നിരന്തരം ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമ്മയുടെ ഇടപെടലിലൂടെ വേഗം സ്വതന്ത്രമാകുന്നതിന് വേണ്ടി, കേസ് പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി മകൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ആദ്യം വിധി വരുമ്പോൾ ഓരോരുത്തരും 50 ലക്ഷം അവിടെ പിഴയടക്കണം എന്ന വിധിയാണ് പുറപ്പെടുവിക്കുക. വളരെ മനോവേദനയും ക്ലേശവും അനുഭവിച്ച നാളുകളിൽ പ്രാർത്ഥന തുടരുകയും വീണ്ടും അതിന് ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി വാദിക്കുകയും ചെയ്തു. രണ്ടാമത് അത് 20 ലക്ഷം രൂപയായി കുറയുകയും ജയിൽ മോചിതനാകുവാനുള്ള സാധ്യത അതിലൂടെ തുറക്കുകയും ചെയ്തു. ഈ 22-ാം തീയതി അവിടെ നിന്നും ജയിൽ മോചിതനായി മകൻ നാട്ടിലെത്തിയതിൻ്റെ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെക്കുന്നത്. പ്രിയമുള്ളവരെ, അമ്മ പറയുമ്പോൾ നിലവിളിയോടെ കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ച ദിവസങ്ങളിലൊക്കെയും എൻ്റെ സ്വപ്നങ്ങളിൽ അമ്മ മാതാവ് മകൻ എത്രയും വേഗം അരികിലെത്തുന്നത് കാണിച്ചു തന്നുകൊണ്ടിരുന്നുവെന്ന്. അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ആ മാതൃഹൃദയം വേദനിക്കാതിരിക്കുവാൻ അമ്മ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ പകരുകയും ചെയ്തതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കുന്നത്. ആൻ്റോണിയോ തൻ്റെ വാക്കുകളിൽ പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ വിഷമിച്ച നാളുകളായിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ അധരത്തിൽ നിന്ന് പ്രാർത്ഥന മാഞ്ഞുപോയില്ല. അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ജയിലിനകത്ത്, എൻ്റെ ഭാര്യ അവിടെ പുറത്ത്, എൻ്റെ അമ്മ ഇവിടെ നാട്ടിൽ നിരന്തരം കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അമ്മ മാതാവ് ഇതിന് തീർപ്പ് കൽപ്പിച്ച് വേഗത്തിൽ പരിഹരിച്ച് എന്നെ മോചിതനാക്കുമെന്ന പ്രത്യാശയോടുകൂടി ജീവിച്ചു വന്ന പ്രിയമുള്ളവരെ, എത്ര വലിയ ആപത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ അമ്മയുടെ തിരുനടയിൽ നമ്മൾ ആഗ്രഹത്തോടും കണ്ണീരോടും കൊടുക്കുന്ന ഓരോ പ്രാർത്ഥനാ നിയോഗത്തെയും തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് അത് അനുഗ്രഹമാക്കി നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുവാൻ ഈ അമ്മ എപ്പോഴും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും കരഘോഷത്തോടെ നന്ദി പറഞ്ഞ് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഗ്രഹം.